നമ്മൾ സാധാരണ ഇതിൽ ഫെർമെന്റ് ചെയ്യാനായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റന്റ് തണുത്തിട്ട് വേണം അരിച്ചെടുക്കാൻ. തണുത്ത് അരിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടല്ല, പിന്നെ നാരങ്ങ ചേർക്കണം, ടൊനോവൈൻ ചേർക്കണം, ഒരു സ്വല്പം നാരങ്ങ നീരിന്റെ ഇത് പുളി അനുസരിച്ച് മതി സിട്രിക് ആസിഡ്, കാരണം ഇത് രണ്ടും ഒന്നാണ്. അപ്പം നമ്മൾ മറ്റുള്ള വൈനുകൾ ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യാറുണ്ടോ? ഇഞ്ചി വൈൻ സ്വല്പം ആഡ് ചെയ്യാറുണ്ട്. ഇഞ്ചിയിൽ ഇച്ചിരി ക്രിസ്റ്റൽസ് ആഡ് ചെയ്യാറുണ്ട്. അധികം വേണ്ട, വളരെ കുറച്ച്. ബാക്കിയുള്ള വൈനൊക്കെ നമ്മൾ മറ്റേ മാതിരി ഫെർമെന്റ് ചെയ്ത് വെക്കുന്ന ഈസ്റ്റ് തന്നെ. അതെ അതെ. പിന്നെ ഗോതമ്പ്, സാധാരണ ഗോതമ്പ് ഇടും, സൂചി ഗോതമ്പ് ഇടും. സൂചി ഗോതമ്പാണ് നല്ലത്. പിന്നെ ഒരു ടിപ്പ് കൂടെ പറയാം, ഗോതമ്പ് നമ്മളിടുമ്പോൾ എപ്പോഴും ഒന്ന് ചൂടാക്കി ഒന്ന് ചതച്ചിടണം. അങ്ങനെയാകുമ്പോൾ അതിന്റെ ഫെർമെന്റേഷൻ വേഗമാകും, വൈൻ കുറെ കൂടെ നന്നാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വൈന് കുറച്ചു കാലം എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വിനീഗറും ആക്കാം. സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, ഒന്നും വേണ്ട, ഇതിനെ അങ്ങ് ഊറ്റി വെച്ചാൽ മതി. അന്നേരം നമുക്കറിയാം അതിനൊരു പുളിപ്പ് വരും വിനാഗിരിയുടെ. അത് പിന്നെ വിനാഗിർ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് വിനിഗർ ഉണ്ടല്ലോ, പുറത്തൊക്കെ ഫ്രൂട്ട് വിനിഗർ വളരെ നിർബന്ധമാണ് സാലഡിന്. എപ്പോഴും ഫ്രൂട്ട് വിനിഗർ ഉപയോഗിക്കാം, നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. പിക്കിളിനും എല്ലാം ഉപയോഗിക്കാം. സിന്തറ്റിക് വിനിഗർ ഉപയോഗിക്കുന്നതിന് പകരം ഫ്രൂട്ട് വിനിഗർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലതാണ്, അത് നല്ലൊരു ടിപ്പാണ്. ഇപ്പം 2-3 ടിപ്സുമായി മാം പറഞ്ഞു തരുന്നു, അതൊക്കെ നോട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു തരാം, അത് മാം തന്നെ പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ എടുത്തത് 1/4 കിലോ ഷുഗർ, 1/4 കിലോ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇതുകൊണ്ട് ഒരു 1-2 കുപ്പി കിട്ടും. കൂടുതൽ ആവശ്യങ്ങൾക്ക് നമ്മൾ ഗസ്റ്റും എല്ലാം വരുന്നുണ്ടെങ്കിൽ 1 കിലോ കൊണ്ട് ഉണ്ടാക്കാം, അല്ല 1/2 കിലോ കൊണ്ട് ഉണ്ടാക്കാം, നമ്മുടെ ആവശ്യമനുസരിച്ച്. ഇതൊന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് വന്ന് ഇത്രയും ചേർക്കുന്നതുള്ളൂ, പിന്നെ അധികം താമസമൊന്നുമില്ല. ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടാൽ കുറെ കൂടി അതിന്റെ പിന്നെ 100 അതിന്റെ എരി അതെ കൂടുതൽ. അതുപോലെ വെള്ളം 1.25 കുപ്പി വെള്ളം. പിന്നെ ചുവന്ന മുളക് 3 അരി കളഞ്ഞത്. പിന്നെ തുളസി ഇല, പുതിന അതൊരു കുറച്ച് 1/4 കിലോയ്ക്ക് കണക്കാക്കിയിട്ട് ഒരു പിടി മതി, ഒരു പിടി. പിന്നെ ഓൾ സ്പൈസസിന്റെ ഇല പകുതി, ഇത് വലുതായതുകൊണ്ട് പകുതി വേണേ ഒന്ന് വിടാൻ കുഴപ്പമില്ല. അതെ. പിന്നെ കറുവാപ്പട്ടയുടെ ഒരു നീളം, ഒരു വിരൽ നീളം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇട്ടത് ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക. ഇത് 3, അത് 3 എണ്ണം വീതം കാലിന്. 3 ഗ്രാമ്പൂ, 3 ജാതിക്ക, അല്ല 1/2 ജാതിക്ക, 3 ഏലക്ക. പിന്നെ അത് കഴിഞ്ഞിട്ട് നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ തൊലി. പിന്നെ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളൊരു 1.5 നാരങ്ങയുടെ ജ്യൂസ് വെച്ചിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ടോണോവിൻ വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റല്, ഇത് രണ്ടും ഒന്നാണ്. നാരങ്ങ നീരിന് കടുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്രിസ്റ്റൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നോക്കിയിട്ട്. അതെ. ചിലപ്പം പാടി ഇത് നല്ല ഫ്രഷ് നാരങ്ങ എന്റെ ഗാർഡനിൽ നിന്ന്, അതുകൊണ്ട് പിന്നെ ഞാൻ ആ നാരങ്ങ കാണിച്ചു തരാം. അതെനിക്ക് തോന്നുന്നില്ല, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം പലപ്പോഴും എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടായിരിക്കും, പക്ഷെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് സ്പൈസസും ഒക്കെ വാങ്ങിക്കുമ്പോൾ നല്ല എന്താ പറയാ, നല്ല ക്വാളിറ്റി നോക്കി നല്ല ഇതിട്ടാൽ മാത്രമേ എപ്പോഴും വൈനിന് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ ഒക്കില്ല. ഒന്നിനും നമുക്ക് പറ്റില്ല, എങ്കിലും വൈൻ എന്ന് പറയുന്ന സാധനം നമ്മൾ സൂക്ഷിച്ച് കുറേ കാലം സൂക്ഷിച്ച് വെക്കുന്നതോറും എന്താ പറയാ, പഴയതാണെന്ന് പറയല്ലേ, അതുപോലെ. അപ്പൊ വൈൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സൂക്ഷിക്കുന്നതും പിന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് ഒന്നും വേണം, നേരെ എടുത്തങ്ങ് സെർവ് ചെയ്യാം. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇച്ചിരി ഐസ് ക്യൂബ്സ്. ഇപ്പോൾ നമ്മൾ വൈൻ
ഇത് അരിപ്പൊന്നും പറയുന്നില്ലേ മാം അല്ലേ? ഒരിക്കലും നമ്മളിപ്പം തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞ് ഉടനെ അരിപ്പെടുക്കുക, അല്ല ചായ എടുത്ത് ഉടനെ അരിപ്പെടുക്കുക, അതൊന്നും വരും. ഇതിനായിട്ട് തന്നെ വരണം. വൈൻ ഒരുപാട് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ഒരു പുതിയ അരിപ്പം മേടിച്ച് നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. ഇത് കാണുന്നവർ തീർച്ചയായിട്ടും ഇപ്പം ഇനി സാധനങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ഒരു പാത്രം നല്ല ക്ലീൻ പാത്രമായിരിക്കണം. അതുപോലെ പ്രഷർ കുക്കർ നമുക്ക് അതിന് വേണ്ടി പുതിയതായിട്ട് വാങ്ങിക്കാൻ ഒക്കില്ല. പക്ഷേ ചെയ്യുന്ന പ്രഷർ കുക്കർ നല്ല ക്ലീൻ ചെയ്ത പ്രഷർ കുക്കർ, കാരണം വേറെ മണങ്ങളൊന്നും വരരുത്. ഇതിനിപ്പോൾ സ്വല്പം ചൂടുണ്ട്. ചൂടോടെ